Insurance as social security tool. Development of a stable and strong insurance system is essential for economic development of a country. That means economic development for insurance system, strong and efficient insurance system ഉണ്ടാക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനി നമ്മൾ അതിനൊരു വിശ്വാസ്യത ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സർട്ടൻ റെഗുലേറ്ററി മെഷേഴ്സ് ആസ് ദർ. ഈ ഒരു IRDA എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഒക്കെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഷുറൻസ് റെഗുലേഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടാണ് IRDA ആക്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള റെഗുലേറ്ററി മെഷേഴ്സ് ഇൻഷുറൻസിന് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പബ്ലിക് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. Then nowadays the insurance is considered as a social security tool. അതായത് ഇൻഡിവിജ്വൽ ബിസിനസ് ലെവലിലൊക്കെ ഉള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി ടൂൾ ആയിട്ടാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്? ഇൻഷുറൻസ് കൺസിഡർ ചെയ്യുന്നത്. What is social security? It is a social insurance program providing social protection against socially recognized conditions including poverty, old age, disability, unemployment and others. അതാണ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അത് ഒരു സോഷ്യൽ ഇൻഷുറൻസ് പ്രോഗ്രാമാണ് പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സോഷ്യൽ റെക്കഗ്നൈസ്ഡ് കണ്ടീഷൻസ്. അതായത് സൊസൈറ്റിയിലുള്ള റെക്കഗ്നൈസ്ഡ് കണ്ടീഷൻസിൽ നിന്നും നമ്മുടെ സൊസൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതാണ് എന്താ പറയുന്നത്? സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അത് പോവർട്ടി ആവാം, ഓൾഡ് ഏജ് ആവാം, ഡിസബിലിറ്റി ആവാം, അൺഎംപ്ലോയ്മെന്റ് ആവാം. ഈ ഒരു രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് എന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. കുറെ സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നാഷണൽ ലെവലിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണ്. ഫസ്റ്റ് വൺ ആണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. Then Employee State Insurance Scheme of India is a multi-dimensional social security system with the objective of providing socio-economic protection to worker population and their dependent covered under the scheme. അതായത് എംപ്ലോയീസിനും അതേപോലെ തന്നെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്കുള്ള ഒരു സോഷ്യോ എക്കണോമിക് പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നാഷണൽ ലെവലുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് എന്ത്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എംപ്ലോയീസിനും അതേപോലെ തന്നെ അവരുടെ ഡിപ്പെൻഡന്റിനും മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യാം. Then it also provided variety of cash benefits in times of sickness, temporary or permanent disablement, etc. അപ്പോൾ ആ രീതിയിൽ എംപ്ലോയീസിന് ദാറ്റ് മീൻസ് വർക്കേഴ്സിന് ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന തരത്തിലുള്ള നാഷണൽ ലെവലിൽ ഒരു സ്കീമാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. Then നെക്സ്റ്റ് വൺ ആണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. സെൻട്രൽ ഗവൺമെന്റ് health scheme. Central government health scheme. It provides comprehensive health care facilities for central government employees and pensioners and their dependents residing in central government health scheme covered cities. അതായത് ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും അവരെ അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സിനും ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ അവർ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള സിറ്റീസിലുള്ള ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. Then Aam Aadmi Bima Yojana. Aam Aadmi Bima Yojana. Then it is a social security scheme for rural landless household launched in 2007. അതായത് ഇത് ഫോക്കസ് ചെയ്യുന്നത് റൂറൽ ലാൻഡ്ലെസ് ഹൗസ്-ഹോൾഡ് അല്ലെ, റൂറൽ ഏരിയാസിൽ ലാൻഡ് ഇല്ലാത്ത ഹൗസ് ഹോൾഡ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2007 The head of family or one earning member in the family is covered under the scheme of payment of premium of ₹200 per person per annum. The member should be aged between 18 and 59 years. A separate fund called Aam Aadmi Bima Yojana Premium Fund has been set up by central government to pay the contribution of the government. The fund maintained by LIC of India. അതായത് ആം ആദ്മി ബീമ യോജന ഈസ് മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ റൂറൽ ലാൻഡ്ലെസ് ഹൗസ് ഹോൾഡ് ആണ്. ലോഞ്ച് ചെയ്തത് 2007 അതേപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഒന്നെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ഹെഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏർണിംഗ് മെമ്പർ ആയിരിക്കും ഇതിന്റെ ഒരു സ്കീമിന്റെ അണ്ടറിൽ വരിക. ഒരു വർഷത്തിൽ ഒരു ₹200 നമ്മൾ പ്രീമിയം ആയിട്ട് അടയ്ക്കണം. ഈ വരുന്ന മെമ്പർ എന്ന് പറയുന്നത് 18 നും 59 വയസ്സിനിടയിലുള്ളതായിരിക്കണം. ഏജ് ബിറ്റ്വീൻ
18 and 59 ഇയേഴ്സ്. ദെൻ ഈ അവർ അടയ്ക്കുന്ന പ്രീമിയം നമ്മൾ ആം ആദ്മി ബീമ യോജന പ്രീമിയം ഫണ്ട് എന്നുള്ള രീതിയിൽ ഈ ഒരു ഇൻഡിവിജ്വലിന്റെ കോൺട്രിബ്യൂഷനും ഉണ്ടാകും, അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ എന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ ഇൻഷുറൻസ് സ്കീമാണ് ഈ ഒരു ആം ആദ്മി ബീമ യോജന എന്ന് പറയുന്നത്. ദെൻ ഇത് പ്രവർത്തിക്കുന്ന അണ്ടർ LICയുടെ അണ്ടറിലാണ്. Then Janasri Bima Yojana, JBY, Janasri Bima Yojana. This scheme was launched in August 2000. The scheme replaced the Social Security Group Insurance Scheme and Rural Group Life Insurance Scheme. 45 occupational groups have been covered under this scheme. അതായത് ഈ ഒരു ജനശ്രീ ബീമ യോജന എന്ന് വെച്ചാൽ നേരത്തെയുള്ള 2 സ്കീമുകൾ ഉണ്ടായിരുന്നു. സോഷ്യൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമും അതേപോലെ തന്നെ റൂറൽ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് സ്കീമും. ഈ ഒരു 2 സ്കീമുകളും കമ്പൈൻ ചെയ്തിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് ജനശ്രീ ബീമ യോജന. ലോഞ്ച് ചെയ്തത് August 2000-ലാണ്. ദെൻ 45 കാറ്റഗറിയിലുള്ള ഒക്യുപ്പേഷൻ ചെയ്യുന്ന ഗ്രൂപ്പ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഈ ഒരു ജനശ്രീ ബീമ യോജന എന്ന് പറയുന്നത്. The Universal Health Insurance Scheme, UHIS. The 4 public sector general insurance companies have been implementing Universal Health Insurance Scheme for improving the access of healthcare to poor families. അതായത് ജനറൽ ഇൻഷുറൻസ് പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനീസ് 4 പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനീസ് ഹെൽത്ത് കെയർ പ്രൊട്ടക്ഷന് വേണ്ടി പുവർ ഫാമിലീസിന്റെ ഹെൽത്ത് കെയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സ്കീമാണ് യൂണിവേഴ്സൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സ്കീം പ്രകാരം to provide a reimbursement of medical expenses up to 30,000 towards hospitalization of the family members, death cover due to accident the rate of 25,000 to the earning head of the family, and compensation due to loss earning member at the rate of ₹50 per day up to maximum 15 days. അതായത് ഇവിടെ മെഡിക്കൽ എക്സ്പെൻസ് റീഇംബേഴ്സ് ചെയ്യുന്നുണ്ട്. അത് 30,000 രൂപ വരെ റീഇംബേഴ്സ് ചെയ്യും. ദെൻ അതേപോലെ തന്നെ ആക്സിഡന്റ് ഉണ്ടെങ്കിൽ 25,000 ക്ലെയിം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോമ്പൻസേഷൻ ഉള്ള രീതിയിൽ ഏണിംഗ് മെമ്പർക്ക് ഒരു ദിവസം 50 രൂപ വെച്ചിട്ട് മാക്സിമം 15 ഡേയ്സ് വരെയുള്ള ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന BPL ഫാമിലി കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ദെൻ പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991. It provides for public liability insurance for the purpose of providing immediate relief to persons affected by accident happening while handling any hazardous substances. ഇത് പബ്ലിക് ലൈഫ് ഇൻഷുറൻസ് ആക്ട് 1999 സ്കീം പ്രകാരം ഇത് പ്രൊവൈഡ് ലയബിലിറ്റി ഇൻഷുറൻസ് ആണ്. പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് എങ്ങനെ പേഴ്സൺ അഫക്റ്റഡ് ബൈ ആക്സിഡന്റ് മൂലം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു ഇൻഷുറൻസ് എന്നുള്ള രീതിയിലാണ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് 1991 ഡീൽ ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് നാഷണൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് സ്കീം NAIS. ഏറ്റവും പോപ്പുലർലി നോൺ ആസ് രാഷ്ട്രീയ കൃഷി ബീമ യോജന എന്നും കൂടി പറയും. ഇറ്റ് കവേഴ്സ് ഓൾ ഫുഡ് ക്രോപ്സ്, ഓയിൽ സീഡ്സ്, ഹോർട്ടിക്കൾച്ചർ ആൻഡ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്. അതായത് ക്രോപ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ച നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് നാഷണൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് സ്കീം. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന. ഇറ്റ് ഈസ് എ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം റൺ ബൈ ഗവൺമെന്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഇന്ത്യാസ് പുവർ. ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. ഇത് റൺ ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് 4 പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനി ആയിരുന്നു. യൂണിവേഴ്സൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന ഈ ഒരു ഇൻഷുറൻസ് സ്കീം പ്രൊവൈഡ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ് for the benefit of India's poor. The objective of RSBI is to provide protection to BPL households from financial liabilities arising out of health problems. അതായത് BPL ഫാമിലീസിലുള്ളവർക്ക് എന്തെങ്കിലും ലയബിലിറ്റീസ് വന്നാൽ, ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് വന്നാൽ ഡ്യൂ ടു ഹെൽത്ത് പ്രോബ്ലം അത് റിക്കവർ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് RSBIയുടെ സ്കീമിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹോസ്പിറ്റൽ ചെലവ് മൊത്തം ഈ ഒരു സ്കീമിനോട് വഹിക്കപ്പെടുന്നുണ്ട്. Then Pradhan Mantri Suraksha Bima Yojana. This scheme is available to people between 18 and 70 years of old. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരും ഒരു ഇൻഡിവിജ്വൽ 18 മുതൽ 70 വയസ്സുള്ളവരെ ഇടയ്ക്കുള്ള ഇൻഡിവിജ്വൽസിനാണ് ഈ ഒരു സ്കീം കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഈ അടുത്ത് മീൻസ് ഏകദേശം 2005 ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്കീമാണ് പ്രധാനമന്ത്രിയുടെ. അതായത് എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങുക, അതോടൊപ്പം തന്നെ അവർക്കൊരു ഇൻഷുറൻസ് സ്കീം പ്രൊവൈഡ് ചെയ്യുക. ആ ഒരു രീതിയിലാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന, അതേപോലെ തന്നെ
അതായിരുന്നു നമ്മുടെ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ബാങ്കുകളിൽ അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും അതേപോലെ തന്നെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും. ഈ സ്കീമുകളൊക്കെ ഏകദേശം ഒരുമിച്ച് ഇറങ്ങിയതാണ്. then അതേപോലെ തന്നെ അടൽ പെൻഷൻ യോജന. ഇതൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് വന്ന പുതിയ ഇൻഷുറൻസ് സ്കീമുകളാണ്. അപ്പൊ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്ന് വെച്ചാൽ 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ഇൻഡിവിജ്വലിന് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. ഒരു 12 രൂപ ആനുവൽ പ്രീമിയം 12 വരുന്നുള്ളൂ. എന്നിട്ട് എന്ത് കിട്ടുന്നു? നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്നു. ദെൻ ഇത് ഏത് തരത്തിലുള്ള ഇൻഷുറൻസാണ് കവർ ചെയ്യുന്നത് വെച്ചാൽ ആക്സിഡന്റ് ഇൻഷുറൻസ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ആക്സിഡന്റ് സംഭവിച്ച് കഴിഞ്ഞാൽ നോമിനിക്ക് ഏകദേശം 2 ലക്ഷം രൂപ വരെ ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്ന് പറയുന്നത്. ഓക്കെ, then അതേപോലെ തന്നെ ഡിസബിലിറ്റി ആണെങ്കിൽ സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1 lakh rupees വരെ കിട്ടും. അപ്പൊ ഇതാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയുടെ പ്രത്യേകത. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെ the person who have bank account paying a premium of ₹12 per annum. It cover accident insurance. It pay scheme amount of ₹2 lakh for accident death and 1 lakh for disability. Then next വരുന്നതാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന ഇതൊരു ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ്. ദെൻ 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ഇൻഡിവിജ്വലിന്, നേരത്തെ 18 മുതൽ 70 വയസ്സാണ്, ഇത് 18 മുതൽ 50 വയസ്സ് വരെയുള്ള ഇൻഡിവിജ്വലിന് then also have a bank account. അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. നേരത്തെ ആക്സിഡന്റ് ആണ്, ഇവിടെ ലൈഫ് ഇൻഷുറൻസ് ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. then ഇവിടെ കൊടുക്കുന്ന ആനുവൽ പ്രീമിയം എന്ന് പറയുന്നത് 330 rupees ആണ്. ഒരു ആനുവൽ പ്രീമിയം ആയിട്ട് നമ്മൾ 330 രൂപ അടച്ചാൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. then പിന്നെ വരുന്നതാണ് അടൽ പെൻഷൻ യോജന. അടൽ പെൻഷൻ യോജന. This scheme envisages a fixed pension between 1,000 and 5,000 per month from the age of 60 depending upon the contribution by the insurer who have bank account. ഇത് വെച്ചാല് അടൽ പെൻഷൻ യോജന ഒരു പെൻഷൻ സ്കീം പോലെയാണ്. ഇൻഡിവിജ്വൽ അതായത് 60 വയസ്സിന് ശേഷം പെൻഷൻ കിട്ടുന്ന രീതിയിൽ. ദാറ്റ് മീൻസ് നമ്മൾ 20 വർഷമെങ്കിലും അതിന്റെ പ്രീമിയം അടയ്ക്കണം. എന്നിട്ടും വേണം 60 വയസ്സ് മുതൽ നമുക്ക് 1000 മുതൽ 5000 വരെയുള്ള ഏതെങ്കിലും ഒരു റേഞ്ചിൽ നമുക്ക് പെൻഷൻ കിട്ടുക. നമ്മൾ അടയ്ക്കുന്ന എമൗണ്ടിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു പെൻഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏകദേശം 20 വർഷത്തോളം പേയ്മെന്റ് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 60 വയസ്സ് തൊട്ടിട്ട് എന്ത് കിട്ടുള്ളൂ, അതായത് 40 വയസ്സ് താഴെയുള്ളത് 18 തൊട്ട് 40 വയസ്സുള്ള കാറ്റഗറി ഉള്ളവരാണ് ഈ ഒരു അടൽ പെൻഷൻ യോജന എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, എത്രയാണ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി ടൂൾസ് എന്ന രീതിയിൽ നമ്മൾ ഇൻഷുറൻസ് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സ്കീമുകളാണിത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ.